മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അത് സംബന്ധിച്ച എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു കഥയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സാധു ബാലൻ തൻ്റെ കുഞ്ഞൻചെത്തിക്ക് ഒരു പിറന്നാൾ സമ്മാനം വാങ്ങിക്കുന്നതിന് വേണ്ടി തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ കടയിൽ, അതായത് വലിയ ഒരു മാളിലേക്ക് കടന്നു ചെന്നു. അപ്പോഴേ ഈ 8 വയസ്സുകാരൻ്റെ വസ്ത്രധാരണമൊക്കെ വളരെ മോശമായിരുന്നു. അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളൊക്കെയാണ് അയാൾ ധരിച്ചത്. തന്നെയല്ല, ഈ പയ്യൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് നാണയത്തുട്ടുകളായിരുന്നു. ഈ പയ്യൻ പലപ്പോഴായി ശേഖരിച്ച് വെച്ചിരുന്ന നാണയത്തുട്ടുകൾ. അപ്പോൾ ഈ പയ്യനും അവൻ്റെ അനുജത്തിയും അമ്മയും മാത്രമേ ഉള്ളൂ. പിതാവ് മരിച്ചു പോയിരുന്നു. അപ്പോൾ അമ്മ കൂലിപ്പണി ചെയ്ത് ഒക്കെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഇവരെ വളർത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ പയ്യൻ ആ മാളിലോട്ട് കയറി ചെല്ലാൻ നേരം അവിടെ നിന്ന സെക്യൂരിറ്റിക്കാർ ആ പയ്യനെ യാചകനാണെന്ന ധാരണയിൽ ആ അങ്ങോട്ട് കയറാതെ പിടിച്ചു തള്ളി. തലേ ദിവസം പെയ്ത മഴവെള്ളത്ത് അവിടെയൊക്കെ ചിതറിക്കിടക്കായിരുന്നു. അവിടെയാണ് ഈ കൊച്ചു പയ്യൻ വീണത്. അപ്പോൾ ഗോപൻ എന്ന പേരുള്ള ഈ കൊച്ചു പയ്യൻ ആ വീഴ്ചയിൽ തന്നെ വല്ലാതെ പ്രയാസപ്പെട്ട് പതുക്കെ എഴുന്നേറ്റ് വീണ്ടും ആ കടയിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോഴും ആ സെക്യൂരിറ്റിക്കാർ സമ്മതിച്ചില്ല. വീണ്ടും പരിശ്രമിച്ചു, എന്നിട്ടും സമ്മതിച്ചില്ല. അവനെ പല പ്രാവശ്യം പിടിച്ചു തള്ളിയൊക്കെ ചെയ്തു. ഉടനെ അവൻ ആ കടയിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് എന്തോ ഒന്ന് മന്ത്രിച്ചു മനസ്സിൽ. അവൻ മന്ത്രിച്ചത് ഇങ്ങനായിരുന്നു: നോക്കിക്കോ, ഞാനും ഇതുപോലെ ഒരു കട തുടങ്ങും. ആ ആഗ്രഹം അവിടെ വച്ച് അവൻ്റെ മനസ്സിലേക്ക് പാഞ്ഞു കയറി. അവൻ തിരിച്ച് സമ്മാനമൊന്നുമില്ലാതെ വീട്ടിലെത്തി. ദിവസങ്ങൾ കടന്നുപോയി. അവൻ ബുദ്ധിമുട്ടി പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം അവൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. അന്ന് പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി ക്ലാസ് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ഫുട്പാത്തിൽ അവനൊരു ചെറിയ ബിസിനസ് തുടങ്ങി. ഫുട്പാത്തിൽ ചെയ്ത ബിസിനസ് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേ നല്ല നേട്ടമായി. അവൻ ഒരു ചെറിയ കടമുറി വാടകയ്ക്കെടുത്ത് ആ കടമുറിയിലേക്ക് തൻ്റെ ബിസിനസ് മാറ്റി. അപ്പം ആ കടമുറിയിൽ ബിസിനസ് നല്ല രീതിയിലായപ്പോൾ അവൻ കുറച്ചുകൂടി വലിയൊരു കട എടുത്തു. അങ്ങനെ 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ നല്ല ഒരു അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിട്ട് മാറി. ഈ സമയത്താണ് അവൻ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ കുഞ്ഞനുജത്തിക്ക് പിറന്നാൾ സമ്മാനം മേടിക്കാൻ വേണ്ടി പോയ ആ മാള് വിൽക്കുകയാണ് എന്ന ഒരു വാർത്ത ഈ ഗോപൻ്റെ അടുത്ത് വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഗോപൻ ആ കടയുടമയുമായി ബന്ധപ്പെട്ടു. അപ്പോഴത്തന്നെ ഗോപൻ്റെ ലക്ഷണങ്ങളൊക്കെ മാറി. ഗോപൻ എന്നുള്ള സമ്പത്ത് നോക്കിയായി. ഗോപൻ കടയുടമയായിട്ട് ബന്ധപ്പെട്ട് ആ കട പൂർണ്ണമായിട്ടും ചോദിച്ച തുക കൊടുത്ത് ആ മാള് സ്വന്തമായി വാങ്ങിച്ചു. അപ്പോൾ ഈ കുഞ്ഞു കഥയിൽ നിന്നും പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ നിശ്ചയദാർഢ്യം, നമുക്ക് വളരെയധികം ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ, ശക്തമാണെങ്കിൽ, അതുപോലെ തന്നെ വ്യക്തമാണെങ്കിൽ, ആഗ്രഹം ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ തീവ്രമായിരിക്കണം, അത് ശക്തമായിരിക്കണം, വ്യക്തമായിരിക്കണം. അങ്ങനെ സ്ഥിരമായ ഉത്സാഹവും നിശ്ചയദാർഢ്യം വേണം, സ്ഥിര ഉത്സാഹം വേണം, അതുപോലെ തന്നെ കഠിനമായ പ്രയത്നവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു സാധു ബാലന്, ഒരു പാവപ്പെട്ട ബാലന് ഇത് സാധിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഇതേപോലെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും സ്ഥിരോത്സാഹവും കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ ഏത് കാര്യവും സാധിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.